ഹലോ, അപ്പം നമ്മളെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ഇന്ന് ഞാൻ പഞ്ചസാരയും ഓവനും ഒന്നും ഇല്ലാതെ നല്ല അടിപൊളി ഒരു ഡ്യൂപ്ലിക്കേറ്റ് പ്ലം കേക്ക് കേട്ടോ അതുണ്ടാക്കിയൊരു വീഡിയോ ആണ്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പം ഇത് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ആദ്യം തന്നെ നമ്മൾ ചായ കുടിക്കുന്ന ഗ്ലാസ്സില്ലേ, ആ ഗ്ലാസ്സിലാണ് ഞാൻ അളവെടുക്കുന്നത്. അതിനകത്ത് ഞാൻ ഒരു കപ്പ് നിറയെ അരിപ്പൊടിയല്ല മൈദപ്പൊടി എടുത്തിട്ടുണ്ട്. അതുകൂടാതെ 1/4 കപ്പും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് ഞാൻ മുന്തിരി ജ്യൂസിനകത്ത് കറുത്ത മുന്തിരിയും വെള്ള മുന്തിരിയും കുറച്ച് അണ്ടിപ്പരിപ്പും കൂടെ സോക്ക് ചെയ്ത് വെച്ചതാണ്. പിന്നെ വാനില എസൻസ്, ഇത് പട്ട, ഗ്രാമ്പു, ഏലക്ക, അത് നന്നായിട്ടൊന്ന് പൊടിച്ച് ചതച്ചെടുത്തതാണ്. പിന്നെ മുട്ടയും, ഇത് ബേക്കിംഗ് പൗഡറാണ്. ഒരു 3/4 സ്പൂണ് ബേക്കിംഗ് പൗഡർ, 1/4 സ്പൂണ് ബേക്കിംഗ് സോഡ, ഒരു നുള്ളു ഉപ്പ്. ഇത് നന്നായിട്ട് ഇട്ടിട്ട് ആദ്യം ഞാൻ സ്പൂണും കൊണ്ടൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുത്തു കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇതുപോലെ ഒരു അരിപ്പയിലിട്ടിട്ട് ഒരു വട്ടം നന്നായിട്ടൊന്ന് അരിച്ചെടുത്തിട്ട് അത് മാറ്റി വെച്ചു കേട്ടോ. അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് മുട്ട പൊട്ടിച്ച് ഒഴിക്കുകയാണ്. ഞാൻ 2 മുട്ടയാണ് ഇതിലേക്ക് ആവശ്യത്തിന് എടുത്തിട്ടുള്ളത്. അപ്പം മുട്ട ഞാൻ പൊട്ടിച്ചിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. 2 മുട്ട കേട്ടോ. അത് ഞാൻ എടുത്ത പൊടിക്ക് കറക്റ്റ് അളവായിരുന്നു. അങ്ങനെ ഇതാ മുട്ട പൊട്ടിക്കാൻ കുറച്ച് പ്രയാസപ്പെട്ടു. എന്താണെന്നറിയാം, എല്ലാ ദിവസം പൊട്ടിക്കുന്ന എന്നാലും അപ്പോൾ ഇതാ 2 മുട്ട ഞാൻ പൊട്ടിച്ചെടുത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ഇതിന് മുന്നേ ഇട്ട വീഡിയോയിൽ ബീറ്റർ വാങ്ങിയത് കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അന്ന് വാങ്ങിയിട്ട് പിന്നെ ഇന്നാണ് ഞാനത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് നന്നായിട്ട് ഞാനത് ബീറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇത് അധികം നല്ല ബീറ്ററൊന്നും അല്ല, ഞാൻ ചെറിയൊരു ഈല് വാങ്ങിയത്. അപ്പോൾ കുറേ ടൈം എടുത്തു കേട്ടോ ബീറ്റ് ചെയ്യാൻ. അപ്പോൾ ഇത് 1/4 ഗ്ലാസ് ഓയിലും കൂടി എടുത്തിട്ടുണ്ട്. അത് ഈ മുട്ടേൻ്റെ ബീറ്റർ ഇതിനകത്ത് കുറച്ചായിട്ട് ഒന്നിച്ചിടാണ്ട് കുറച്ചായിട്ട് ഇട്ടിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഓരോ സെക്കൻഡ് കഴിയുന്നതിന് 1 മിനിറ്റോളം ഞാൻ കഴിയുമ്പോൾ ആണ് ഇതിങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നത്. ഇതിപ്പോൾ സ്പീഡിലായതുകൊണ്ട് ഇങ്ങനെ കാണുന്നതാണ് കേട്ടോ. അപ്പോൾ അത് നന്നായിട്ട് ഞാൻ ബീറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. വാനില എസൻസ് ആണ് കേട്ടോ. അപ്പോൾ ആ ഒരു സ്പൂണ് വാനില എസൻസ് നിറയെ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അത്രയും മതി. കാരണം എന്ന് വെച്ചാൽ നമ്മൾ മുന്തിരിങ്ങയുടെയും അതും ഇതൊക്കെ ഇടുന്നതുകൊണ്ട് നല്ല ഫ്ലേവറും കാര്യങ്ങളും ഉണ്ടാവും. പിന്നെ ഈ 2 മുട്ടയുടെ ആ ഒരു സ്മെല്ല് മാറാൻ വേണ്ടിയിട്ടും പിന്നെ ഒരു ടേസ്റ്റിനും കൂടിയാണ് ഇത് വയ്ക്കുന്നത്. പിന്നെ അടുത്തതായിട്ട് നമ്മൾ പഞ്ചസാരയല്ല, വെള്ളമാണ് നമ്മൾ ഈ കേക്കിന് ഉപയോഗിക്കുന്നത്. അത് 2 ആണിയും പിന്നെ ഒരു കുഞ്ഞു കഷ്ണവും കൂടെ ഞാൻ കുറച്ച് വെള്ളത്തിൽ ഉരുക്കിയെടുക്കുന്ന. പിന്നെ എന്താണെന്ന് വെച്ചാൽ അത് മുന്തിരി വെള്ളമില്ലേ, മുന്തിരി ജ്യൂസിൻ്റെ അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെയാണ് അത് മെൽറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇനി നമ്മൾ അരിച്ച് വെച്ച പൊടി കുറച്ചായിട്ട് ഞാൻ ഇട്ടിട്ട് നല്ലോണം മിക്സാക്കി എടുക്കുന്നത്. ആദ്യം തന്നെ ബീറ്റർ ഓണാക്കാതെ ഒന്ന് മിക്സാക്കി എടുത്തതിന് ശേഷം അതൊന്ന് ഒരു ആവറേജ് മിക്സ് ആയതിന് ശേഷമാണ് ഞാൻ ബീറ്റർ ഒന്നിലിട്ടിട്ടാണ് ചെയ്യുന്നത്. ഇത് 7 വരെ ഇടാൻ പറ്റുന്ന ഒരു ബീറ്ററാണ്. അപ്പം ഞാൻ ഒന്നിലിട്ടിട്ട് സാവധാനം ബീറ്റ് ചെയ്ത് കൊടുക്കാമായിരുന്നു. കാരണം സ്പീഡിൽ നമ്മൾ ബീറ്റ് ചെയ്യുമ്പം അതിൻ്റെ ഒരു ഇത് അങ്ങ് പോവാം, മുട്ടയുടെ പതഞ്ഞതൊക്കെ അങ്ങ് പോകും. അപ്പോൾ അത്ര സോഫ്റ്റായിട്ട് നമുക്ക് കേക്ക് കിട്ടൂല. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ കുറച്ച് പൊടിയിട്ട് അത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ, കട്ടിയൊന്നുമില്ലാതെ. ആ കൂട്ടത്തിൽ തന്നെ ടൈറ്റായി എന്ന് തോന്നുമ്പം നമ്മൾ ഈ വെള്ളത്തിൻ്റെ പാനിയില്ലേ, അത് ഇളം ചൂടാണ് ഉള്ളത് കേട്ടോ. നല്ല ചൂടൊന്നുമില്ല, ഇളം ചൂടെന്ന് വെച്ചാൽ ചൂടുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്, ഇല്ലേന്ന് ചോദിച്ചില്ല, ആ ഒരു പരുവാണ്. അതൊഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ലാസ്റ്റത്തെ പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ പാനി മുഴുവനായിട്ട് ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു 1/4 ഗ്ലാസ് വെള്ളമാണ് ഞാൻ എടുത്തത്. അതുകൂടാതെ മുന്തിരി ജ്യൂസിൻ്റെ 1/4 ഗ്ലാസും അത്രയും ഞാൻ പാനിയാക്കിയിട്ടുള്ളൂ. പിന്നെ ഇത് ഈ പട്ടയും ഗ്രാമ്പും ഏലക്കയെല്ലാം പൊടിച്ചതും പിന്നെ ഈ മുന്തിരിയും അണ്ടിപ്പരിപ്പും സോക്ക് ചെയ്തതും കൂടെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ടൂട്ടിയും ഫ്രൂട്ടിയും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കുക. അതൊന്നുമില്ല, ഞാൻ പെട്ടെന്ന് തോന്നിയൊരു ഐഡിയയിൽ ചെയ്തതാണ്. അപ്പം അതൊക്കെ ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ നല്ല കൽത്തപ്പത്തിന് പരന്ന പോലെ തോന്നിയല്ലേ. അപ്പോൾ ഇതാ നമ്മളെ ഓവൻ റെഡി ആയിട്ടുണ്ട്. ആദ്യം ഞാനൊരു ഇതുപോലത്തെ ഉപയോഗിക്കാത്തൊരു വട്ടപാത്രം ചൂടാക്കിയിട്ട് അതിൻ്റെ ഉള്ളിലൊരു റിങ് താത്തിട്ട് അങ്ങനെ ഒരു മൂടി വെച്ച് കേട്ടോ. അപ്പം നമുക്ക് അധികം ഹീറ്റ് വരില്ല, നമ്മൾ അടി കരിഞ്ഞും പോകില്ല കേട്ടോ. അപ്പം അങ്ങനെ ഞാനൊരു 5 മിനിറ്റ് ഞാൻ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് ചൂടാക്കുന്നുണ്ട്. ആ സമയം കേക്ക് ബാറ്റർ ഒഴിക്കേണ്ട പാത്രം, ഒരു പഴയ പാത്രത്തിനകത്ത് ഓയിൽ തടകിയിട്ട് മൈദപ്പൊടി തന്നെ സ്പ്രെഡ് ചെയ്ത് എല്ലാ സൈഡിലും ആക്കിയിട്ട് അത് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ.
ഇനി മാവ് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് നല്ലോണം ആ മുന്തിരിയൊക്കെ അടിയിൽ പോയി നിൽക്കുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ അത് പൊടിയിനകത്ത് മൈദപ്പൊടിയിനകത്ത് ഒന്ന് സോക്ക് ചെയ്യണമായിരുന്നു. ഞാൻ അങ്ങനെയൊന്നും ചെയ്തില്ല, വെറുതെ തോന്നിയപ്പോൾ അങ്ങനെ ആക്കിയതായിരുന്നു. അപ്പോൾ അതൊന്ന് നല്ലോണം ഇളക്കിയിട്ട് ആ മുഴുവനായിട്ട് ഞാൻ ആ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ആ പാത്രം ഒന്ന് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. കാരണം എയർ ബബിൾസ് അതിൻ്റെ ഉള്ളിൽ കയറിയിരുന്നെങ്കിൽ അതൊന്ന് പോകാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഞാനൊരു സ്പൂണും കൊണ്ട് അതൊന്ന് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് അതിൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് വരഞ്ഞും കൊടുത്തേട്ടാ. എന്നിട്ട് ഇതാ ഞാൻ അതിലേക്ക് ഇറക്കി വെക്കുവാണ്. തീ നല്ല പോലെ, അതായത് പാത്രം നല്ല പോലെ ചൂടായിട്ടുണ്ട്. ആദ്യം വെച്ച് കഴിഞ്ഞിട്ട് ഞാൻ തീ കുറച്ചിട്ടാണ് വെച്ചത്. വെച്ച് കഴിഞ്ഞിട്ട് അതിൻ്റെ മുകളിലൊരു പാത്രം വെച്ചിട്ട് അതിൻ്റെ മൂടി വെച്ചിട്ട് അടച്ചിട്ട് അതിൻ്റെ മേലെ ഒരു വെയിറ്റ് വെക്കുകയാണ് കേട്ടോ ചെയ്തത്. അപ്പോൾ ഇതുപോലൊരു ഇടിക്കല്ലാണ് ഞാൻ വെച്ചത്. എന്നിട്ട് നല്ലോണം ഒന്ന് ചൂടായി നല്ല പുകയൊക്കെ വരും, ഇപ്പോൾ കണ്ടോളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ നല്ലോണം ഒന്ന് ചൂടായ സമയത്ത് ഞാൻ ഏറ്റവും ലോ ഫ്ലെയിമിലാണ് വെച്ച് കൊടുക്കുന്നത്. കണ്ടോ, ഏറ്റവും ലോ ഫ്ലെയിമിൽ ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതിപ്പം ഫുൾ ഫ്ലെയിമിലാണല്ലോ, ലോ ഫ്ലെയിമിലേക്ക് ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ തീയും പുകയൊക്കെ വരുന്നുണ്ട്. അതൊന്നും കണ്ട് നിങ്ങൾ പേടിക്കരുത് ഗൈസ്. ഇതൊക്കെ നമ്മൾ തരണം ചെയ്തിട്ട് വേണം മുന്നോട്ട് പോകാൻ. അപ്പോൾ ഇത് ഏറ്റവും കുറഞ്ഞത് വെച്ച് കൊടുത്തിട്ട് ഞാൻ ശരിക്കും ഒരു ഇത് അത്യാവശ്യം വെള്ളത്തിൻ്റെ ആയതുകൊണ്ട് എനിക്കൊരു 50 മിനിറ്റിന് മേലെ വന്നിട്ടുണ്ട് കേട്ടോ ഇത് ചൂടാൻ. കാരണം ഞാൻ അത്രയും ചെറിയ തീയിലാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഏകദേശം നമ്മളെ കേക്കൊക്കെ പൊന്തി വന്നിട്ടുണ്ട്. അപ്പം ഞാനൊന്ന് കുത്തി നോക്കിയതാണ് ഗൈസ്. അതിന് മുന്നേ ഞാനൊന്ന് കുത്തി നോക്കി, കാരണം 45 മിനിറ്റ് ആയപ്പോൾ ഞാനൊന്ന് കുത്തി നോക്കി. അന്നേരം വേവിൽ കുറച്ച് കുറവുണ്ടായിരുന്നു. അപ്പം ഞാനൊരു 10 മിനിറ്റും കൂടെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. 55 മിനിറ്റോളം ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാ സൈഡും ഞാൻ ആറഞ്ചം മുറഞ്ചം കുത്തി വെക്കുന്നുണ്ട്. ഏതെങ്കിലും ഒരു സൈഡ് വേവാതിരിക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് എല്ലാ സൈഡും ഞാൻ കുത്തി നോക്കി ഓക്കെ ആണെന്ന് കണ്ടപ്പോൾ ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഇതെടുത്ത് തണിയാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചോട്ടോ. അതായത് ഈ പാത്രത്തിൽ തന്നെ വെക്കുമ്പോൾ ഒന്ന് ഫുൾ ഡ്രൈ ആയിപ്പോവും, പിന്നെ കുറച്ചും കൂടെ വെന്ത് ഒരു ഇതായിപ്പോവും. അതുകൊണ്ട് ഇതെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് തണിഞ്ഞ് കഴിഞ്ഞ് ഞാൻ ഡീമോൾഡ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ വെള്ള കാണുന്നത് എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ മുകളിൽ നമ്മൾ മൈദപ്പൊടി ഇട്ടില്ലേ, അത് ഞാൻ എടുക്കുമ്പം വന്നതാണ് കേട്ടോ. അപ്പം ഇതാണ് നമ്മളെ കേക്ക്. ഇതിൻ്റെ ഒരു ഫോൾട്ട് എന്താണെന്ന് വെച്ചാൽ മുന്തിരിങ്ങയൊക്കെ താഴെ വന്ന് നിൽക്കുന്നുണ്ട്. ബാക്കിയൊന്നും ഒരു കുഴപ്പവും ഉണ്ടായിട്ടില്ല. ആ മുന്തിരിങ്ങ വെച്ചത് എന്താണെന്ന് എനിക്ക് മനസ്സിലായി. അപ്പം നമ്മളെ കേക്ക് കുഞ്ഞു കുഞ്ഞു പീസായിട്ട് മുറിച്ച് കൊടുത്തിട്ടുണ്ട്. നല്ല പ്ലം കേക്കിൻ്റെ ഫ്ലേവറാണ്. കാരണം എന്ന് വെച്ചാൽ പട്ടയും ഗ്രാമ്പും എല്ലാം ഇട്ടതുകൊണ്ട് നല്ല ഫ്ലേവർ. പിന്നെ മുന്തിരി ജ്യൂസിൻ്റെയും ഒക്കെ ആയിട്ട് അടിപൊളിയാണ്. പിന്നെ വെല്ലവും കൂടിയല്ലേ ഇട്ടേ, അപ്പോൾ അടിപൊളി സാധനമായിരുന്നു. അപ്പോൾ ഗൈസ് നമ്മളെ കേക്ക് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അമ്മയപ്പുറത്തുനിന്ന് തിന്നുന്നുണ്ട്. ഇതാണ് കേക്ക്, നല്ല പ്ലം കേക്ക്. പക്ഷെ ഒരു അബദ്ധം പറ്റിച്ച മുന്തിരിങ്ങെല്ലാം അടിയിലോട്ട് പോയേട്ടാ. പിന്നെ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരും പ്ലം കേക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ബൈ.